നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22. അങ്ങനെ ഈ മാസം 10-ാം തീയതിയോടുകൂടി 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. 10-ാം തീയതിക്ക് ശേഷം 13-ാം തീയതി കഴിഞ്ഞതിന് മുന്നേത്തെ തിങ്കളാഴ്ച 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്തില്ല. ആയതിനാൽ തന്നെ തുടർച്ചയായി 8 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് 9-ാമത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിക്ക് ഈ സൈക്കോളജിക്കൽ ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, തുടർച്ചയായി ഇന്ന് 3-ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചിരുന്ന ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് തുടർച്ചയായിട്ടുണ്ടായിരുന്ന കൺസോളിഡേഷനു ശേഷം ഇന്ന് ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചതെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ബോർഡർ മാർക്കറ്റ്സ് ഉൾപ്പെടെ ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു നിഫ്റ്റിയുടെയൊക്കെ ഇന്നത്തെ ഡേ ഹൈയും. രാവിലെ 9:25 24,050 എന്ന ലെവലിൽ എത്തിച്ചേർന്ന നിഫ്റ്റിക്ക് പിന്നീട് ഇന്ന് ഒരു ഘട്ടത്തിൽ പോലും 24,050 എന്ന ലെവൽ മറികടക്കുവാൻ അപ്പർ സൈഡിലേക്ക് സാധിച്ചതുമില്ല. തുടർന്ന് 191 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് ഇന്ന് 715 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 708 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 1.5%-ലേറെയും മിഡ് ക്യാപ്പിന് 1%-ലേറെയും നഷ്ടവും നേരിട്ടു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 875 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇത് നേട്ടത്തോടുകൂടിയും അതേസമയം 2,120 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ജിയോ ഫൈനാൻഷ്യൽ, ഇൻഫോസിസ്, SBI, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറിയപ്പോൾ ബജാജ് ഓട്ടോ, നെസ്ലെ, ടാറ്റ കൺസ്യൂമർ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനുമായി. ഇന്നലെ നേരിയ തോതിലാണെങ്കിലും US ഡോളറിനെതിരെ നേട്ടം കൈവരിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വീണ്ടും ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 33 പൈസയുടെ നഷ്ടത്തോടുകൂടി 96.57 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അദാനി പവറിന്റെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ചു. കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 42% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 34% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ 15,000 കോടി രൂപയുടെ ഫണ്ട് റേസിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകുകയും ഉണ്ടായി. ഇറ്റാണലിന്റെയും Q1 ഏർണിംഗ്സ് നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപേ റിലീസ് ചെയ്തു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ എസ്റ്റിമേഷനെയൊക്കെ മിസ് ചെയ്തുകൊണ്ട് 92 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് സ്ട്രീറ്റ് എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം റവന്യൂവിൽ കമ്പനിക്ക് കാഴ്ചവെക്കുവാനുമായി. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ബന്ധൻ ബാങ്കിന്റെ Q1 ഏർണിംഗ്സുകൾ കാണുകയുണ്ടായി. Q1 ഏർണിംഗ്സുകളൊക്കെ തിരക്കേടില്ലാതെ വന്നെങ്കിൽ കൂടിയിട്ടും 2027 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുള്ള ഏർണിംഗ്സിലെ റിട്ടേണിനെ കുറിച്ചുള്ള ആശങ്കകൾ Q1 റിസൾട്ടിൽ പ്രതിഫലിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 17%-ഓളം ഇടിവും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് സെൻസെക്സിന് ഇന്നത്തെ അതിന്റെ ഡേ ഹൈയിൽ നിന്നും 750 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും നിഫ്റ്റിക്ക് അതിന്റെ സൈക്കോളജിക്കൽ ലെവലായിരുന്ന 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം തുടർച്ചയായി ഇന്നുൾപ്പെടെ 4 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് എണ്ണയുടെ വിലയിൽ ശക്തമായ കുതിച്ചുചാട്ടമാണ് നടത്തിയതും ഏകദേശം $15 മുകളിൽ എണ്ണയുടെ വില വർദ്ധിക്കുകയും ചെയ്തു. ഈ 4 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് പ്രധാനമായും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളായിരുന്നു എണ്ണയുടെ വിലയിൽ ഹിറ്റപ്പ് ചെയ്യുവാൻ പ്രധാനപ്പെട്ട കാരണമായതെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ കൊണ്ടാണ് എണ്ണയുടെ വിലയിൽ ശക്തമായ ഒരു ഉയർച്ചയിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയത്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ച് ഏകദേശം 4 മാസങ്ങൾ പിന്നിട്ടെങ്കിലും ആകെ ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാത്രമേ എണ്ണയുടെ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിന് ആശങ്ക നിലനിന്നിരുന്നുള്ളെങ്കിലും ഇന്നലെ സൗദി അറേബ്യയുടെ 2 എണ്ണ ടാങ്കറുകളെ ചെങ്കടലിൽ വച്ച് ഹൂതികൾ തിരിച്ചയച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു എണ്ണ ടാങ്കറിനെ ഇറാനും തിരിച്ചയച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള ചരക്കുകളുടെ യാത്രാ തടസ്സവും മറ്റൊരു വശത്ത് ചെങ്കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കൊണ്ട് പുതിയൊരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റില് ഇന്ന് എണ്ണയുടെ വിലയില് ശക്തമായ കുതിച്ചുചാട്ടത്തിനും ഇടയാക്കി. ഇതിനെ തുടർന്ന് എണ്ണയുടെ വിലയില് ഇന്ന് സിംഗിൾ ഡേയില് 4% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $95 മുകളിലേക്ക് പോവുകയും ചെയ്തു. എങ്കിലും നിലവിൽ 1% ഇടിവ് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ അനുഭവപ്പെടുന്നുമുണ്ട്. 3.5% ഉയർച്ചയോടുകൂടി $90.10 എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വിലയിലും 3.5% ഉയർച്ചയോടുകൂടി 87.29 എന്ന ലെവലിലായിട്ടാണ് നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. എണ്ണയുടെ വിലയിലുണ്ടാകുന്ന ശക്തമായ ഉയർച്ചയുടെ ഫലമായിട്ട് മാത്രമല്ല നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസിലുള്ള ആശങ്ക മൂലവും US കറൻസി ആയിട്ടുള്ള $, കരുത്താർജിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർന്ന് ഏതാനും ആഴ്ചകളായിട്ട് വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് എസ്പെഷ്യലി 10 ദിവസങ്ങൾക്ക് മുന്നേ ഇറാനും US തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചതിനു ശേഷം ഏകദേശം $2 അടുത്താണ് 2 ആഴ്ചകൾ കൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് $നെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നത്. മാത്രമല്ല ഇന്ത്യൻ രൂപ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയുടെ അടുത്തേക്കായിട്ട് ഇന്നത്തെ ഇടിവോടുകൂടി തന്നെ എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ശക്തമായ ഇടിവും ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങളും ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 മാസത്തിലേറെ കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ അതുമായിട്ട് ലോകവും മാർക്കറ്റും ഏകദേശം പൊരുത്തപ്പെട്ടു വന്നെങ്കിൽ കൂടിയിട്ടും പുതുതായിട്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ടുള്ള പുതുതായിട്ട് ഉടലെടുക്കുന്ന ടെൻഷൻസ് മൂലം വീണ്ടും ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. മുൻപ് നമ്മൾ കണ്ട സൗദിയുടെ 2 എണ്ണ ടാങ്കറുകളുടെ തിരിച്ചയക്കലിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലാകമാനം നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും ഉള്ള പാർട്ടിസിപ്പേഷൻ നിശ്ചലമാകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അത് ഇന്ത്യൻ മാർക്കറ്റിലും വളരെ പ്രകടമാണ്. കുറച്ചേറെ നാളുകൾക്ക് ശേഷം വീണ്ടും US നിന്നും പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ജനറിക് മെഡിസിന് മുകളിൽ ഫേസ്ഡ് താരിഫ് പ്ലാൻ പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് അത് ലോങ് റണ്ണിലേക്ക് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ മൂലം ഇന്ന് ഇന്ത്യൻ ഫാർമ മേഖലയ്ക്ക് അനുഭവപ്പെട്ട ശക്തമായ ഇടിവും ഏകദേശം നിഫ്റ്റി ഫാർമയ്ക്ക് ഒരു ഘട്ടത്തിൽ 2% ഇടിവിന് അനുഭവപ്പെടുകയും ചെയ്തു. നിഫ്റ്റി ഫാർമയാണ് ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറുകയും ചെയ്തത്. മാത്രമല്ല നിഫ്റ്റി ഫാർമയിലെ സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി ഫാർമയ്ക്ക് നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവും ഇതിനെല്ലാം പുറമെ അവസാന 2 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 4% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഒരു ഘട്ടത്തിൽ 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല 5.48% ഉയർച്ചയോടുകൂടി വീണ്ടും 13 എന്ന ലെവലും മറികടന്നുകൊണ്ട് 13.29 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഉയർച്ചയും ഇന്ത്യൻ മാർക്കറ്റിനെ വീക്കൻ ചെയ്യുവാനും കാരണമായി. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ വീക്കെൻഡിലെ ശനിയാഴ്ചയോടുകൂടി ഹെവി വെയ്റ്റ് ബാങ്കിംഗ് സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സ് റിലീസ് ചെയ്തതിനു ശേഷം ഇന്ത്യൻ മാർക്കറ്റില് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയ്ക്ക് തകർച്ച തന്നെയാണ് തുടർച്ചയായി ഇന്ന് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും അനുഭവപ്പെട്ടത്. എസ്പെഷ്യലി ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നലെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച ബന്ധൻ ബാങ്കിന്റെ Q1 ഏർണിംഗ്സിൽ പ്രോഫിറ്റിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ബാങ്കിന് കാഴ്ചവെക്കുവാനായെങ്കിൽ കൂടിയിട്ടും ഹയർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ തുടർന്നും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഉണ്ടാകുന്ന ഇടിവിനെ തുടർന്നും 2027 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുള്ള റിട്ടേണിന്റെ ആശങ്കകളിലേക്ക് നയിക്കുന്ന സൂചനകൾ Q1 ഏർണിംഗ്സിൽ പ്രതിഫലിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ അനുഭവപ്പെട്ട 17% ഇടിവും കൂടാതെ തിങ്കളാഴ്ച 5%, ഇന്നലെ 2% ഇടിവ് അനുഭവപ്പെട്ട ഹെവി വെയ്റ്റ് ബാങ്കിംഗ് സ്റ്റോക്കായ HDFC ബാങ്കിന് ഇന്നും 1% നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നിരുന്നു. തുടർന്ന് 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് സ്റ്റോക്കില് 8% ഇടിവും നേരിട്ടു. മാത്രമല്ല ഇന്ന് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾക്കും 0.5% മുതൽ 1.5% ഇടിവ് നേരിടേണ്ടി വന്നു. ഇതിനെല്ലാം പുറമെ ഇന്ന് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഉയർച്ചയുടെ ഫലമായിട്ടും കൂടാതെ വെള്ളിയാഴ്ച Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസിന് തിങ്കളാഴ്ച നേട്ടം കൈവരിക്കുവാനായെങ്കിലും ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഇന്നലെയും സ്റ്റോക്കിന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നിരുന്നു. മാത്രമല്ല ഇന്നും സ്റ്റോക്ക് നേരിയ നഷ്ടത്തോടുകൂടി
തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ആയതിനാൽ തന്നെ 3 ട്രേഡിംഗ് സെഷനുകളായിട്ട് അനുഭവപ്പെടുന്ന ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ മോശമായിട്ടുള്ള പെർഫോമൻസും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ മുതൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതോടം വരെ നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടായിരുന്നു ട്രേഡിംഗ് നടത്തിയിരുന്നതെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സിലേക്ക് ഡോ ജോൺസ് ഫ്യൂച്ചർ മാറിയിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ 3 മാർക്കറ്റുകളും ഏകദേശം 1% നേട്ടത്തോടു കൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. എണ്ണയുടെ വില വീണ്ടും ആവർത്തിക്കുന്നില്ല. ഗോൾഡിന്റെ വിലയിലും 1% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. $4119.57 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നെസ്ലെ ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 48%, റവന്യൂവില് 25% വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ പവർ കമ്പനി ഫണ്ട് സമാഹരണ പദ്ധതി പരിഗണിക്കുന്നതിനായിട്ട് ജൂലൈ 27 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. രാജേഷ് പവർ സർവീസസ് 40.58 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് Q1 നെറ്റ് പ്രോഫിറ്റില് 29% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 10% വർധനവും രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ എനർജി പ്രോഫിറ്റില് 19%, റവന്യൂവില് 17% വർധനവ് രേഖപ്പെടുത്തി. JSW എനർജി നെറ്റ് പ്രോഫിറ്റില് 36.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 1.2% നേരിയ വർധനവും രേഖപ്പെടുത്തി. മഹീന്ദ്ര ഹോളിഡേയ്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 7.9 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 8.7 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തതും. അതേസമയം റവന്യൂവില് 4% വർധനവും രേഖപ്പെടുത്തി. NACL ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 59.8% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 14% ഇടിവും രേഖപ്പെടുത്തി. ബൻസാൽ വയർ നെറ്റ് പ്രോഫിറ്റില് 47.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 24.4% വർധനവും രേഖപ്പെടുത്തി. ഓറിയന്റ് ഇലക്ട്രിക് നെറ്റ് പ്രോഫിറ്റില് 80% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 23.4% വർധനവും രേഖപ്പെടുത്തി. CSB ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 26%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 26% വർധനവ് രേഖപ്പെടുത്തി. സ്മാർട്ട് വർക്ക്സ് കോവോക്കിംഗ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 4.2 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 13.1 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 44% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.